റേഷൻ കാർഡുകൾ 6 മാസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്തവരാണോ എങ്കിൽ ഈ വീഡിയോ ഉറപ്പായും കാണണം. ഒരു കേന്ദ്ര സർക്കാർ നിയമം ഇപ്പോൾ കേരളത്തിലും പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എന്നൊരു വാർത്ത അറിഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജനുവരി മുതൽ ഇപ്പോൾ ഈ ജൂലൈ വരെ ഏകദേശം 17 മുതൽ 18 ലക്ഷം കുടുംബങ്ങൾ ഈ റേഷൻ കാർഡ് ഉപയോഗിക്കാതിരിക്കുന്നു എന്നാണ് ഒരു കണക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡ് ഉടൻ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ റേഷൻ കടയുമായി ബന്ധപ്പെടുക. നിങ്ങൾ സാധനം വാങ്ങാത്ത ആളുകളാണെങ്കിൽ സാധനം വാങ്ങി ആ കാർഡിൻ്റെ വാലിഡിറ്റി ഉറപ്പുവരുത്തുക. അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയമം കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമായിക്കൊണ്ടിരിക്കെ കേരള സർക്കാരാണ് ഇതിനകത്ത് തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും റേഷൻ കാർഡിൽ നിങ്ങൾ ആ സാധനം വാങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് മുൻഗണനാ വിഭാഗത്തിലേക്ക് ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇത് മരവിപ്പിക്കുന്ന നിയമം ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡ് മസ്റ്ററിങ് പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ള നിയമവും ഇതോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ഈ നിയമം പ്രാബല്യത്തിലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏകദേശം 10-20 ലക്ഷം കുടുംബങ്ങളെ ഇത് ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാതിരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ റേഷൻ കടയിൽ ചെല്ലുക, നിങ്ങളുടെ കാർഡ് കൊടുത്ത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. റേഷൻ കാർഡ് മരവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള പരിശോധനയിൽ നിങ്ങളുടെ KYCയും മറ്റും പൂർത്തിയാക്കി അർഹത ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ കാർഡ് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ എല്ലാവരിലും എത്തിക്കുക. അതുപോലെ തന്നെ ബുക്ക് ടൈപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാർഡ് രൂപത്തിലോ PVC കാർഡിലോ ആക്കി മാറ്റുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് തരത്തിലുള്ള റേഷൻ കാർഡ് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ പ്രയാസമായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് ID പ്രൂഫിനും മറ്റും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബുക്ക് ടൈപ്പ് റേഷൻ കാർഡിൽ മലയാളത്തിൽ മാത്രമായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മളത് കാർഡിലേക്ക് മാറ്റുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളുടെ പേരും ബാക്കിയെല്ലാം ഇംഗ്ലീഷ് വെർഷനിൽ അത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ പറഞ്ഞ പോലെ ആധാറിൽ ഉൾപ്പെടെ തിരുത്തുന്നതിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഈ റേഷൻ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക. അവർ നിങ്ങളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.